ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ. ഒത്തിരി നാൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി ഒരു തുണി കൊണ്ട് തുടച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞാൻ 2 മാങ്ങ മാത്രമേ ഇപ്പോൾ അച്ചാറിടാനായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഇത് വലിയ മാങ്ങയില്ലേ. ഇതാ 2 മാങ്ങ എടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം. അടുത്ത് അടുപ്പിലേക്ക് ചീനിച്ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 4-5 സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വറുത്ത് കോരിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി നാൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കും. മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ പരുവാകുമ്പോഴത്തേനും കോരി മാറ്റണം. അങ്ങനെ 3 തവണയായിട്ടാണ് ഞാൻ ഈ മാങ്ങയെല്ലാം വറുത്ത് കോരി എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതാ 3ാമത്തെ ബാച്ചും വറുത്തെടുത്തിരിക്കുകയാണ്. നിറം ഒന്ന് ചുവപ്പാകുമ്പോഴത്തേക്കും കോരിയെടുക്കാം. ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരിയതെല്ലാം ഒന്ന് തട്ടിക്കൊടുക്കണം. എന്നിട്ട് അതിലേക്കാണ് ഇനി പൊടികളൊക്കെ ചേർക്കേണ്ടത്. പൊടിക്കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ടക്കായം മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. എണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് പൊടിച്ചെടുത്തിരിക്കുകയാണ്. പൊടിക്കായം ഉള്ളവർ പൊടിക്കായം ഇട്ടാൽ മതി. 1 സ്പൂണാണ് ഇത്. അടുത്തൊരു 10 വറ്റൽമുളക് ചൂടാക്കിയതിന് ശേഷം അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങയിലിട്ടിട്ട് കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി കടുകാണ്, അതും വറുത്ത് പൊടിച്ചതാണ് 1 സ്പൂൺ. അടുത്ത് 1 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കായം എല്ലാം വറുത്ത് പൊടിച്ചതാണ്. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതായതുകൊണ്ട് ഇതിലൊന്നും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഇത് ഡ്രൈ ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 6 മണിക്കൂറിന് ശേഷം ഉള്ളതാണ് അവസ്ഥ. കണ്ടോ, അതിൽ നിന്ന് എണ്ണയെല്ലാം കുറേശ്ശെ ഇറങ്ങി വരാൻ തുടങ്ങി. ഇത് ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ലിമിറ്റായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ എണ്ണ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇത് ഒട്ടിപ്പിടിക്കും. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് പരുവാകും. ഇതാണ്ടോ, ഒരു ചില്ലി കുപ്പിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈർപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. മിതമായ എണ്ണ ഉപയോഗിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിനൊരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.